ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ് തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമാണ്. അപ്പോൾ 9 ദിവസം മുടങ്ങാണ്ട് ഡെയിലി വ്ളോഗ് ഇടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടില്ല എന്നുള്ളതല്ല എൻ്റെ പ്രത്യേകത. പക്ഷേ 9 ദിവസമായിട്ട് ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോഴത്തെ വീഡിയോസ് ഡെയിലി വ്ളോഗ് ഇടുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല, ഞാൻ അത് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 9ാമത്തെ ദിവസമാണിത്. ഇന്ന് എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ഫുഡ് ചലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അളീനെ തോൽപ്പിക്കണം, അത് ഞാൻ എന്തായാലും ഇന്ന് ചെയ്യും. പിന്നെ ഇന്ന് നമുക്ക് വേറെ ആളെയും കൂട്ടുന്നുണ്ട്, വേറെ ആരുമല്ല, ഇത് നമ്മുടെ യാതുട്ടൻ ചെക്ക ഇവിടെ എടുക്കുന്നുണ്ട്. അമ്മയും ചേച്ചിയും ഡോക്ടറെ അടുത്തേക്ക് പോയതുകൊണ്ട് ഇവനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇവൻ്റെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവന് കാറ് വാങ്ങിച്ചിടത്തുള്ള സർപ്രൈസ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ നമ്മുടെ കൂടെ ഉണ്ട്. എത്ര നേരം ഉണ്ടാവുന്ന അറിയില്ല, അവർ വരുന്നവരുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കൊണ്ട് ഫുഡ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരുന്ന് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ചെക്കനൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ എന്ന്. അപ്പോൾ രണ്ടുപേരും വെച്ച് എന്ത് കളിക്കുന്നതിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മുടെ നൊസ്റ്റാൾജിക് ഗെയിമുകളൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കളിക്കാൻ പോവാണ് സൂചിയർ. അപ്പോൾ അടുത്തവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് സൂചിയർ കളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സൂചി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം ഇങ്ങനെ ആരും കളിയുന്നു. എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ നോക്കാം. തിരിഞ്ഞു തിരിഞ്ഞോ ഞാൻ സൂചിടാം. ഇത് അമ്പുവാണ്. ആ ഇട്ടിട്ടുണ്ട്, കണ്ടുപിടിച്ചോ. A few moments later. അവിടെ നിന്നല്ല അവിടെയൊക്കെ തണുപ്പാ, അവിടെയൊക്കെ തണുപ്പാ. ചൂട് തണുപ്പ് 6 hours later. ചൂടുമ്പോ ചവിട്ടി അതല്ല മണ്ട, നീ ചൂട്ടത്ത് നിക്കണേ. മണ്ട, നീ ചൂടുമ്പോ നിക്കണേ. ചൂടിലുണ്ടാവാ. 8 hours later. എറിഞ്ഞില്ലെങ്കിൽ ക്യാമറയിൽ കിട്ടൂട്ടോ. എറിഞ്ഞാ നീ ശരിക്കും എറിഞ്ഞാ? ചൂടുന്നാണോ പറയ്. ഇപ്പോഴോ A few inches later. ഇതല്ലേ എവിടെ? അതെ, ഞാൻ കണ്ടുപിടിച്ചു. ഗൈസ്, ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോഴേ വെറുതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാ. ഇത് പുത്തൂര് കായൽപ്പള്ളം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. കായലൊന്നല്ല, പാടാൻ തോന്നുന്നുണ്ട്. കായൽ തന്നെ പറയാന്നല്ല ഒരു പറഞ്ഞത്. സംഭവം എത്രമാത്രം മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആണല്ലേ, ഇതാണ് ഇവിടുത്തെ ഈ ഒരു വൈബ് എന്ന് പറയുന്നത്. നിറയെ വെള്ളം. അവിടെ മീനൊക്കെ പിടിക്കാനുള്ള എന്തോ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, മീനെ വളർത്തുന്നുണ്ട് അവിടെ, ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇത് പഞ്ചായത്താണ് ഇവിടെ മീനെ വളർത്തണമെന്നാണ് എനിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇവിടെ ചൂണ്ടാണെന്ന് വരാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അതായത് സംഭവം വേറെ ലെവലായിട്ട്. ഇപ്പോഴത്തെ ഒരു തെങ്ങും പറമ്പും ഇപ്പോഴത്തെ ഇതും. പുത്തൂര് കായൽപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഇവിടെ റോഡ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. സംഭവം നൈസായിട്ട് നമുക്ക് വേറെ എവിടേക്ക് കഴിഞ്ഞ് പോവാം. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചീരക്കാവ് പാടത്ത് കൂടെ കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മഴക്കാറും സംഭവമൊക്കെ ആയിട്ട് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലൂടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോട്ടിൽ കൂടെ, ഈ ഒരു പാടത്തിന് നടക്കൂടെ, 2 സൈഡിലും പാടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാടത്തിന് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. വണ്ടിയുമ്പോൾ മുമ്പൊന്നും ഒരു ഫീൽ കിട്ടില്ല. പക്ഷേ പതുക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, അതിൻ്റെ ചുറ്റും പാടം തന്നെയാണ് കണ്ടോ. ചുറ്റും പാടവും ഈ സൈഡിൽ മലനിരകളും സംഭവങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. ഈ സൈഡിൽ മലനിരകളും പിന്നെ ഇപ്പുറത്ത് ഒരു അമ്പലവും, അങ്ങനത്തെ ഒരു രസമാണ് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ കാണുമ്പോൾ എന്ന് പറയുന്നിട്ടാ. ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് കൂടെ കാരണം ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മൂടിക്കെട്ടിയുള്ള ക്ലൈമറ്റും അതുപോലെ തന്നെ ഈ ഒരു കാറ്റും കൂടിയൊക്കെ ആയ കാരണം വേറെ ലെവലിൽ ഫീലാണ്. വണ്ടികളുടെ ശല്യമില്ല, ഒന്നുമില്ല. ചുറ്റും പാടം, വേറെ ആൾക്കാർ ശല്യമില്ല, ഒന്നുമില്ല. അമ്പലത്തിൻ്റെ ഒരു വൈബും മലകളുടെ ഒരു വൈബും പിന്നെ ഒരു കാലാവസ്ഥയുടെയും കാറ്റിൻ്റെയും കൊക്കുകൾ, പ്രാവുകൾ, അങ്ങനെ വേണ്ട പ്രകൃതി രമണീയമായൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കുറച്ചേരം അവിടെ നിന്നിരിക്കാനൊക്കെ വേറെ രസമാണ്. അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കാഴ്ച ആണ് കേട്ടോ. ഇവിടെ ഉണ്ടോ നിങ്ങൾ വെള്ള കളറിൽ നിൽക്കുന്നത്? അത് മുഴുവൻ കൊക്കുകളാണ്. കഴുത്തുമ്പിക്ക് മൊത്തം കറുപ്പ് കളറും. അതിന് ചെളിയിൽ മുങ്ങിയിട്ടാണെന്ന് അറിയില്ല കേട്ടോ. ദേഹത്ത് മൊത്തം വെള്ള കളറായിട്ടുള്ള കൊക്കുകളാണ് അവിടെ നിറച്ച് നിൽക്കുന്നത്.
എന്തെല്ലാം കൂടെ വീണ് കഴിഞ്ഞാൽ അവർ പറക്കുന്നത് കാണായിരുന്നു. നമ്മുടെ ബാക്കിൽ കൂടെ മഴ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കോട പോലെ കാണാണ്ട, കോടയല്ലേ മഴയാണ്. പോവാ, ബ്രേക്ക് പിടിച്ചിട്ട് നിങ്ങൾക്ക് 2 ബ്രേക്ക് പിടിച്ചോ. ഇനി പോവാ. മഴ ബാക്കിൽ കൂടെ എത്തിട്ട് മഴ വരുന്നത് പോവാ. ബാക്കിലത്തെ മഴ അവിടെ നിന്ന് മഞ്ഞ് പോലെ കണ്ടോണ്ടിരിക്കുന്നതാണ് മഴ. അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് വേഗം പോവാൻ മഴ എത്തി. നല്ല കാലാവസ്ഥ. അവിടെ മഞ്ഞ് പോലെ ഞങ്ങൾ 3 പേരും കൂടെ ഇട്ടല്ലോ ഇപ്പൊ പോണത്. നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാറ്റ് കാരണം എത്രമാത്രം കേൾക്കാനെന്ന് അറിയില്ല. അപ്പോൾ വരദാന്ന് പറഞ്ഞ നല്ല നാടൻ ഭക്ഷണങ്ങളുടെ സ്പോട്ടിലേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഒരു സ്പോട്ട് പാണ്ടിപ്പറമ്പ് എന്താണ് പറയാം, ചെറക്കേക്കോട് പാണ്ടിപ്പറമ്പാണ്. പോണ വഴിയൊക്കെ നല്ല നൈസായിട്ടുള്ള വഴികളാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വരദാന്ന് പറഞ്ഞ് വരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്പോട്ട്. സ്പോട്ട് ഓപ്പണാണ്, ആൾക്കാരും ഉണ്ട്. ഇതാണ് ആ സ്പോട്ട്, വരദാന്ന് പറഞ്ഞ തട്ടുകട. അതിൻ്റെ ചിക്കൻ വറുത്ത് വരുന്നുണ്ട്. കത്തിങ്കൊള്ളി പോയില്ല. ഇവിടെ വെച്ചിട്ട് അതെ എത്ര പഠിക്കുന്ന നീ 9-ലാ? അപ്പോൾ നമ്മൾ വരദയിൽ പോയിട്ട് തിരിച്ചു വന്നുകൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിച്ചൊരു കക്കയും കുള്ളിയും പിന്നെ ഒരു ചിക്കൻ വറുത്ത്, യാതൊരു ചിക്കൻ വറുത്ത്, അളിയൻ കല്ലുമ്മക്കായും ചപ്പാത്തി, അങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അതിൻ്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇറങ്ങി വീട്ടിൽ പോവാം.